ഗെയ്സ്, പുതിയൊരു എപ്പിസോഡുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാധനത്തിൻ്റെ ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞത് കൃഷ്ണമംഗലത്തെ മൂത്തയാളുടെ മോളുടെ കല്യാണം മുടങ്ങുന്നതാണ്. അവൾ ആരോടെ ഒളിച്ചോടി പോകുന്നു. ഇളയചേട്ടൻ പറയുന്നു, ഞാൻ ഇന്നലെ കണ്ടു, അവൾ സ്വർണമെല്ലാം എടുത്തുകൊണ്ട് പോകണമെന്നൊക്കെ കണ്ടു. അപ്പോഴേ അവർക്ക് മനസ്സിലായി അവൾ ആരോടെ ഒളിച്ചോടി പോയെന്ന്. അതിനുശേഷം ഇവളെ തീരുമാനിച്ചു, ഇത്രയേ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്ന വീട്ടുകാർ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. നിങ്ങൾ കാരണം എൻ്റെ മോൻ്റെ ഭാവിയാണ് പോയെന്നൊക്കെ പറയുന്നു. ഞാൻ ഇതിനെതിരെ കേസ് കൊടുക്കുമെന്നൊക്കെ പറയുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ബാലൻ അവരെ വിളിച്ച് പറയുന്നു, കുറേ നാളായി ഞങ്ങൾ തമ്മിൽ ശത്രുതയാണ്, എന്നെ കല്യാണം പോലും വിളിച്ചിട്ടില്ല. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇനി അവരെ ഒന്നും പറയരുത്, അവർക്കും നല്ല വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞേക്കുന്നു. അതിനുശേഷം ഗുരുവായൂരാണ് കാണിക്കുന്നത്. ഈ മിത്രയെ കെട്ടാൻ പോകുന്ന പയ്യൻ വേറൊരു പയ്യനുമായിട്ട് തട്ടുന്നു. അപ്പോഴത്തേക്ക് ആ പയ്യൻ എന്തൊക്കെയാണ് പറയുമ്പോൾ ഈ മിത്രയെ കെട്ടാൻ പോകുന്ന പയ്യൻ ചാടിക്കടിക്കുന്നു, അടിക്കാൻ പോകുന്നു. അതിനുശേഷം അവരുടെ മോൾ പറയുന്നു, ഇത് ഇവന് ഇത്തിരി എഴുത്തുചാട്ടം കൂടുതലാണ്. അപ്പോൾ അമ്മയും മോൻ്റെ സപ്പോർട്ടാണ്, അവനാണ് വന്നിരിക്കുന്നത്. ഇവനെ കെട്ടുന്ന പെണ്ണിൻ്റെ അവസ്ഥ ആലോചിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നു. ഇതെല്ലാം മിത്ര കേൾക്കുന്നു. മിത്ര പിന്നെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു. ഇതിന് ശേഷം ബാലൻ്റെ അളിയൻ വിളിച്ച് ബാലൻ്റെ മോൻ്റെ അടുത്ത് പറയുന്നു, ഇങ്ങനെയാണ് കാര്യങ്ങൾ, കല്യാണം മുടങ്ങി, മിത്രയുടെ കല്യാണം മുടങ്ങി, അവൾ സ്വർണ്ണമൊക്കെ കൊണ്ട് ഒളിച്ചു കൊടുക്കുമായിരുന്നു. ആദ്യം ബാലൻ്റെ മോൻ വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ വിശ്വസിച്ചു. അപ്പം അവൻ്റെ മാവൻ പറയുന്നു, മിത്രയ്ക്ക് വേണ്ടി നീ വഴിപാടൊക്കെ നടത്തുന്നു. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ നടത്തുന്നതൊന്നുമില്ല, സ്വർണം കൊണ്ട് ഒളിച്ചോട് പോയ പെണ്ണിന് അങ്ങനെ തന്നെ വേണമെന്നൊക്കെ പറയുന്നു. ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്.